സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും അഭിനയരംഗത്ത് കഴിവ് തെളിയിച്ച താരമാണ് ലക്ഷ്മിപ്രിയ. ബിഗ് ബോസ് മലയാളം സീസൺ 4-ൽ 4-ാം സ്ഥാനവും ലക്ഷ്മിപ്രിയ കരസ്ഥമാക്കിയിരുന്നു. മുൻപ് മുസ്ലിം മതത്തിലായിരുന്നപ്പോൾ സബീന അബ്ദുൾ ലത്തീഫ് എന്നായിരുന്നു ലക്ഷ്മിപ്രിയയുടെ പേര്. കല്യാണത്തിന് മുൻപാണ് താരം മതം മാറിയത്. മതം മാറ്റത്തെക്കുറിച്ചുള്ള ലക്ഷ്മിപ്രിയയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്: സനാതനധർമ്മത്തിന്റെ ദീക്ഷ എന്ന് പറയുന്നത് ഒരു ജന്മത്തിന്റെ പുണ്യമല്ല. മുൻപും ഞാൻ ഇത് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് കഴിഞ്ഞ ജന്മത്തിലും ഇത് തന്നെയായിരുന്നു. ആ ജന്മത്തിൽ ഉള്ളിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ ജന്മത്തും പുറത്തേക്ക് വന്നത്. ഓരോ കാര്യങ്ങളും പഠിക്കാനും പറയാനും മനസ്സിലാക്കാനും പഠനം എന്ന ശ്രമം എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിലും എനിക്ക് അത് വഴങ്ങുന്നത് പുതുതായി ഒരാൾ പഠിക്കുന്നത് പോലെയല്ല. ജന്മം കൊണ്ട് ഞാൻ ബ്രാഹ്മണ സ്ത്രീയാണ്. പക്ഷേ എനിക്ക് ലക്ഷ്മി ചൊല്ലുന്നത് പോലെ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പറ്റാറില്ലെന്ന് ചിലർ പറയാറുണ്ട്. ഞാൻ ഒരു ഓണാട്ടുകരക്കാരിയാണ്. ഞങ്ങളുടെ കാലത്ത് അവിടെ ജാതിയും മതവും നോക്കിയിരുന്നത് വിവാഹം, മരണം തുടങ്ങിയവ സംഭവിക്കുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. എന്റെ അമ്മയുടെ വീട്ടുകാർ ആയിരുന്നു കൂടുതൽ ഓർത്തഡോക്സ് മുസ്ലിംസ്. അച്ഛന്റെ വീട്ടുകാർ പുരോഗമന ആശയം കൊണ്ടു നടന്നവരായിരുന്നു. ഓർത്തഡോക്സ് മുസ്ലിം ആയിരുന്നുവെങ്കിലും ചെട്ടിക്കുളങ്ങര ഭഗവതി എന്നത് കുലദൈവം പരദേവത പോലെയായിരുന്നു. എന്റെ അച്ഛന്റെ മുത്തച്ഛനൊക്കെ ഹരിപ്പാട്ട് കൊട്ടാരത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഹരിപ്പാട് സുബ്രഹ്മണ്യന് ആദ്യത്തെ പാട്ട എണ്ണയൊക്കെ ഞങ്ങളുടെ തറവാട്ടിൽ നിന്നായിരുന്നു കൊടുത്തിരുന്നത്. മണ്ണാറശാല നാഗദൈവങ്ങളും ഞങ്ങൾക്ക് കൺകണ്ട ദൈവമായിരുന്നു. ഓണാട്ടുകരയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ നൃത്തം അവതരിപ്പിക്കാറുണ്ടായിരുന്നു. വീട്ടിൽ ഞങ്ങൾ പറയിടാറുണ്ടായിരുന്നു. താലപ്പൊലി എടുക്കാറുമുണ്ടായിരുന്നു. പിന്നെ ഖുർആൻ എന്ന സാധനം ഞാൻ പഠിച്ചിട്ടില്ല. എന്റെ അച്ഛന്റെ അമ്മ 10 കിതാബും ഓതി തികഞ്ഞ ആളാണ്. എഴുത്തോ വായനോ അറിയാത്ത ആളാണ്. സ്കൂളിൽ പോലും പോയിട്ടില്ല. ഉസ്താദ് വന്നാണ് അച്ഛന്റെ അമ്മയെ പഠിപ്പിച്ചത്. എന്നിട്ട് പോലും എന്നെ ഇതെല്ലാം പഠിപ്പിക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. മതം ആരിലും അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. അറബി അക്ഷരങ്ങൾ ഇപ്പോഴും ജിലേബിയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഒരു ദിവസം പോലും ഞാൻ നോമ്പെടുത്തിട്ടില്ല. മുസ്ലിം ട്രഡീഷൻ അനുസരിച്ച് ജീവിച്ചിട്ടുമില്ല. എനിക്കതൊന്നും ഒരു കാലത്തും വഴങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മതം മാറുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ഭർത്താവ് സംഖ്യയായതുകൊണ്ടാണ് ഞാൻ മതം മാറിയത് എന്നൊക്കെ പറയുന്നവരുണ്ട്. പുള്ളിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ജയേഷേട്ടന് ഞാൻ സബീനയായി ഇരിക്കുന്നത് തന്നെയായിരുന്നു ഇഷ്ടം. ഞാൻ തന്നെയാണ് മതം മാറാൻ മുൻകൈ എടുത്തത്. പേരും ജാതിയും എല്ലാം ഒഫീഷ്യലായി മാറ്റി. വിവാഹം പ്രമാണിച്ചാണ് മതം മാറിയത് എന്നത് ശരിയാണ്. മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയൊരു വസ്ത്രം ധരിച്ചെന്ന ഫീൽ മാത്രമാണ് മതം മാറിയപ്പോൾ തോന്നിയത്. മുസ്ലിം മതം മുഷിഞ്ഞത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മുഷിഞ്ഞ വസ്ത്രം കഴുകി ഉണക്കി അലമാരയിൽ എവിടെയോ വെച്ചു, അത്രമാത്രം. ജയേഷേട്ടൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു മുസ്ലിം യുവാവിനെ ഞാൻ കല്യാണം കഴിക്കുമായിരുന്നില്ല. ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർക്കുന്നു.